So good evening everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരുവിധം എല്ലാ പോർഷൻസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്നുള്ള പോർഷൻ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ അതിലുള്ള നമുക്ക് മെയിനായിട്ട് കുറച്ച് ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, അതേപോലെ അബ്രിവേഷൻസ്, പിന്നെ ഷോർട്ട് കട്ട് കീസ്, പിന്നെ ടൈപ്സ്, സ്റ്റോറേജ് ഡിവൈസസ്, ദെൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സോ എല്ലാത്തിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സോ ഓരോന്ന് പറയുന്നതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു ഇതും കൂടി പറഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെറ്റ്വർക്ക് ടോപ്പോളജി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെറ്റ്വർക്ക് ടോപ്പോളജി? നെറ്റ്വർക്ക് ടോപ്പോളജി അല്ലാത്ത ഇതിലേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റാർ ആണോ, ബസ് ആണോ, മെഷ് ആണോ, ഡ്യൂപ്ലെക്സ് ആണോ? ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ സോ നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണെന്ന് നമുക്കറിയാം. ബേസിക്കലി ഈ ഒരു നെറ്റ്വർക്കിൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡിവൈസുകളും അതുപോലെ അതിൻ്റെ കണക്ഷൻസും, ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ നോഡ്സ് ആണ് നമ്മൾ ബേസിക്കലി പറയാം. പിന്നെ അത് തമ്മിലുള്ള ലിങ്ക് അല്ലെങ്കിൽ കണക്ഷൻസും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ബേസിക്കലി നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയാം. സോ ഈ അറേഞ്ച്മെന്റിനെ ബേസിക്കലി നമുക്ക് എന്താക്കാം, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഉണ്ട്. ബസ് ഉണ്ട്, അതുപോലെ സ്റ്റാർ ഉണ്ട്, റിങ്, അതുപോലെ മെഷ്, ട്രീ ഉണ്ട്, പിന്നെ ഹൈബ്രിഡ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഇതാണ്. സോ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ എല്ലാ ഡിവൈസസും കണക്ട് ചെയ്യുന്നതിനാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ള സ്റ്റാറും ബസ്സും മെഷും ഡ്യൂപ്ലക്സും ആണ്. സോ ആൻസർ എന്താ വരിക? ഇതിൽ മെഷ് ടോപ്പോളജി അല്ലാത്തത് ഏതാണ്? ഡ്യൂപ്ലക്സ് ആണ് കേട്ടോ. മെഷ് ടോപ്പോളജി അല്ലാത്ത ഡ്യൂപ്ലക്സ് ആണ്. ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ആണ്. നമുക്ക് ഫുൾ ഡ്യൂപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം അറിയാം, അതിലുള്ളതാണ് ഈ ഡ്യൂപ്ലക്സ്. ഈ ബസ് എന്ന് പറയുന്ന, സ്റ്റാർ എന്ന് പറഞ്ഞ ടോപ്പോളജി എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും സെൻട്രൽ പോർഷനിൽ, ആൻഡ് ആ സ്വിച്ചിലോട്ടായിരിക്കും എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം ഇതിലേതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും എന്താ പറയുക പ്രശ്നം പറ്റിയാൽ അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിച്ചാൽ ബാക്കിയുള്ള ഡിവൈസിനെ അഫക്റ്റ് ചെയ്യൂല. കാരണം സെൻട്രൽ ഹബ്ബ് ഉണ്ട് എന്തിന്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഈ ഹബ്ബ് ഫെയിലായ ഹോൾ സ്റ്റാർ ടോപ്പോളജി ഫെയിൽ ആവുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ബസ്സിന് എങ്ങനെയാണ്? ബസ് എല്ലാ ഡിവൈസസും ഒറ്റ കമ്മ്യൂണിക്കേഷൻ ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചാൽ ടോട്ടൽ ടോപ്പോളജി ഫെയിലിയർ ഉണ്ടാവും. പിന്നെ തന്നിരിക്കുന്ന മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസും ആ പ്രത്യേക നെറ്റ്വർക്കിലുള്ള ബാക്കിയുള്ള ഡിവൈസിലേക്കൊക്കെ കണക്ഷൻ ഉണ്ടായിരിക്കും. സോ എല്ലാ ഡിവൈസിൽ നിന്നും ഈച്ച് അതർ ഡിവൈസിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുള്ളതാണ് ഈ മെഷ് ടോപ്പോളജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പോളജിയിലൊന്ന് ഈ മെഷ് ടോപ്പോളജിയാണ്. കാരണം ഭയങ്കര റിലയബിൾ ആയിട്ടും ഈ ഫോൾട്ട് ടോളറൻസ് കൂടുതലായിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. കാരണം ഏതെങ്കിലും ഒരു ഡിവൈസിന് സപ്പോസ് ഒരു ഫെയിലിയർ സംഭവിച്ചാൽ ആ ഡിവൈസിൽ നിന്ന് ഇപ്പോൾ വേറൊരു ഡിവൈസിലേക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ, ലൈക്ക് ഒരു ഡിവൈസിന് ഫെയിലിയർ സംഭവിച്ചാൽ നമുക്ക് അതിന് റിലേ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ഡിവൈസിലേക്ക് നമുക്ക് വേറെ ഡിവൈസസ് വഴിയും കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മെഷ് ടോപ്പോളജിൻ്റെ പ്രത്യേകത. ഓക്കെ, പിന്നുള്ളതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞിട്ട് സർക്കുലർ മാനറിൽ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ടോപ്പോളജി. സോ ടോപ്പോളജി അല്ലാത്തത് ഡ്യൂപ്ലക്സ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, ഇൻ ദ OSI മോഡൽ വിച്ച് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഡ് ടു എൻഡ് കണക്ഷൻ? സോ OSI മോഡൽ എന്താണെന്ന് അറിയണം, എന്താണല്ലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ OSI മോഡൽ അല്ലെങ്കിൽ OSI എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ എന്നാണ്. അതാണ് ഈ OSI മോഡൽ എന്ന് പറയുന്നത്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്. സോ this framework is basically used to standardize the function of a network. ഒരു നെറ്റ്വർക്കിൻ്റെ ഫങ്ഷൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കാണ് ഈ OSI മോഡൽ എന്ന് പറയുന്നത്. ഇതിന് 7 ലെയറാണ് മെയിനായിട്ടുള്ളത്. സോ ഈ ഫ്രെയിംവർക്ക് കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡേറ്റ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ നിന്ന് അതിൻ്റെ സിസ്റ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡിവൈസുകളിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഈ OSI മോഡൽ അതിൻ്റെ ഈ ഫ്രെയിംവർക്ക് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
പറഞ്ഞിരുന്നത്. സോ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇതിൽ ഏത് മോഡലാണ് അല്ലെങ്കിൽ ഏത് ലെയറാണ് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ 7 ലെയറിനും എന്തുണ്ട്, ഓരോരോ ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, 7 ലെയറിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ഉണ്ട്. സോ ഇതാണ് ഈ 7 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ലെയർ ആണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റോ ഡേറ്റ കേബിൾസ് വഴി അല്ലെങ്കിൽ റേഡിയോ വേവ്സ് വഴിയോ ഒപ്റ്റിക്കൽ സിഗ്നൽസ് വഴിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഈ ഫിസിക്കൽ ലെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഓക്കെ, ഈ കേബിള്, സ്വിച്ച്, റിപ്പീറ്റേഴ്സ് പോലുള്ള ഹാർഡ്വെയർസ് ഒക്കെയാണ് ഈ ഫിസിക്കൽ ലെയറിൽ കാണുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഇതേർനെറ്റും USB ആണ്. സോ ഓരോ ലെയറിലും കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് ഡിവൈസ്, ഓരോ ലെയറിലും കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ് പ്രോട്ടോകോൾസ് എന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെയർ ആണ്. കേബിൾസ്, സ്വിച്ചസ്, റിപ്പീറ്റേഴ്സ് പോലുള്ള ഡിവൈസുകൾ ഉണ്ടാവുക. അതുപോലെ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ലെയർ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ആണ് ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്ന സാധനം. ഡേറ്റ ട്രാൻസ്ഫർ, ഓക്കെ, ഈ ഫിസിക്കൽ ലിങ്ക് വഴി ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ ലിങ്ക് ലെയർ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതും പോരാണ്ട് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. മെയിൻ ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ആണ് ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഇതിൽ രണ്ട് ഡിവിഷനാണ് ഈ ഡേറ്റ ലിങ്ക് ലെയറിനുള്ളത്. ഒന്ന് ലോജിക്കൽ ലിങ്ക് കൺട്രോളും പിന്നെ മീഡിയം ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ മീഡിയം ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ മാക് ആണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഡിവൈസസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സിംഗ് ഉണ്ടായിരിക്കും. അത് മീഡിയം ആക്സസ് കൺട്രോൾ ലെയർ ആണ് ഇതാക്കുന്നത്. സോ ഈ ഡേറ്റ ലിങ്ക് ലെയറിലെ ഡിവൈസുകൾ എന്ന് പറയുന്നത് സ്വിച്ചും ബ്രിഡ്ജും ആണ്. ആൻഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഇതേർനെറ്റും ARP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് കേട്ടോ. തേർഡ് ലെയർ വരുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. ഇത് ഈ ലോജിക്കൽ അഡ്രസ്സിംഗ് ഇല്ലേ, IP അഡ്രസ്സിംഗ് ഒക്കെ, അതൊക്കെയാണ് ഈ തേർഡ് ലെയർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ IP അഡ്രസ്സിങ്ങും പിന്നെ പാക്കറ്റ്സ്, നെറ്റ്വർക്കുകൾ തമ്മിൽ പാക്കറ്റ്സ് റൂട്ട് ചെയ്യുന്ന പരിപാടിയും ഈ നെറ്റ്വർക്ക് ലെയർ ആണ് ചെയ്യുന്നത്. ഈ റൂട്ടേഴ്സ് ഒക്കെ ഈ നെറ്റ്വർക്ക് ലെയറിലാണ് കാണുന്നത്. അതുപോലെ ഈ നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് IP ഉണ്ട്, പിന്നെ ICMP ഉണ്ട്. ഇതൊക്കെയാണ് നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോകോൾസ്. ഓക്കെ, ഫോർത്ത് ലെയർ ആണ് ട്രാൻസ്പോർട്ട് ലെയർ. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ലെയർ ഏതാണെന്നാണ്. സോ ട്രാൻസ്പോർട്ട് ലെയർ ആണ് അതിൻ്റെ ആൻസർ. റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ഓക്കെ, ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടപ്പിലാക്കുന്നത് ഈ ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഓക്കെ, സോ മെയിനായിട്ട് രണ്ട് പ്രോട്ടോകോൾസ് ആണ് ട്രാൻസ്പോർട്ട് ലെയറിലുള്ള, TCP യും UDP യും. പിന്നെ ഫിഫ്ത്ത് ലെയർ ആണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. ഓരോ സെഷൻസ്, ആപ്ലിക്കേഷൻസ് തമ്മിൽ ഓരോ സെഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സെഷൻ ലെയർ ആണ്. ഓക്കെ, സോ സെഷൻ ലെയറിൽ ഡിവൈസ് ഇല്ല, ബട്ട് ഈ നെറ്റ് ബയോസ് എന്നൊക്കെ പറയുന്നതാണ് ഇതിൽ വരുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. പിന്നെ പ്രസൻറ്റേഷൻ ലെയർ ഉണ്ട്. പ്രസൻറ്റേഷൻ ലെയർ എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, അതുപോലെ എൻകോഡിങ് പോലുള്ള ഡേറ്റാസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത്. ഈ SSL, TLS പോലുള്ള എൻക്രിപ്ഷൻ പ്രോട്ടോകോൾസ് ഒക്കെ പ്രസൻറ്റേഷൻ ലെയറിലാണ്. ആൻഡ് ലാസ്റ്റ് ലെയർ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് ഈ നെറ്റ്വർക്ക് സർവീസ് കൊടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഇമെയിൽ, അതുപോലെ ഫയൽ ട്രാൻസ്ഫർ, വെബ് ബ്രൗസിംഗ് പോലുള്ള സാധനങ്ങളൊക്കെ. അവിടെ വരുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് HTTP, FTP, SMTP പോലുള്ള പ്രോട്ടോകോൾസ് ഒക്കെയാണ്. സോ ഇതിൽ ഏതാ ലെയറിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷനാലിറ്റി, ഏതൊക്കെ ഡിവൈസസ് ആണ്, പിന്നെ പ്രോട്ടോകോൾസ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾ ഈസ് യൂസ് ഫോർ സെൻഡിങ് ഇമെയിൽ? ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇതിൽ ഏതാണ് ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സോ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് SMTP. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ B ആണ്, SMTP ആണ്. സോ ഇമെയിൽ സെൻഡ് ചെയ്യുക എന്നുള്ളതിന് മെയിനായിട്ട് ഒറ്റ പ്രോട്ടോകോൾ ആണുള്ളത്, SMTP എന്ന് പറഞ്ഞിട്ട്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് പറയുക. ഓക്കെ, ഒരു ക്ലയൻറ്റിൽ നിന്ന്, ക്ലയൻറ്റ് സെർവറിന്ന്, അതേപോലെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് SMTP എന്ന് പറയുന്നത്. ഓക്കെ, SMTPന്റെ കറസ്പോണ്ടിങ് പോർട്ട് എന്ന് വെച്ചാൽ ഓരോ പ്രോട്ടോകോളിലും നമ്മുടെ സിസ്റ്റത്തിൽ ഓരോ പോർട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഈ 225 എന്നുള്ള പോർട്ട് എങ്ങാനുമാണ് ഈ SMTPക്ക് വരുന്നത്. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതെന്നു, ബട്ട് എനിവേ 25 എന്നുള്ളതാണ്
എന്ത് SMTPയുടെ പോർട്ട്. സോ ഇമെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് POP3 എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3 എന്ന് പറയുന്ന പ്രോട്ടോകോളും, അതുപോലെ IMAP എന്ന് പറഞ്ഞിട്ട് ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോറി. സോ POP3യും IMAPും ആണ് മെസ്സേജസ് ഇമെയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ. POP3 എന്ന് പറയുന്നത് സെർവറിന് ഇമെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ പോർട്ട് എനിക്ക് തോന്നുന്നു 110 110 തോന്നുന്നു. ദെൻ IMAP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ, ഈ ഇമെയിൽസ് സെർവറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. 143 എങ്ങനെയാണ് അതിന്റെ പോർട്ട് നമ്പർ തോന്നുന്നു. സോ ഈ 3 എണ്ണം ഏതൊക്കെയാണ്? SMTP സെൻഡ് ചെയ്യാൻ, POP3യും IMAPും റിസീവ് ചെയ്യാൻ. ഇത് 3ആണ് ഇമെയിലിന് വേണ്ടിയിട്ടുള്ള 3 പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലല്ലാണ്ട് പിന്നെ തന്നിട്ടുള്ള HTTP എന്ന് പറയുന്നത്. HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനമാണ്. സോ ഈ HTTP എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വേൾഡ് വൈഡ് വെബില്ലേ, സോ അതിൻ്റെ ഫൗണ്ടേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ സാധനമാണ് ഈ HTTP എന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സും സെർവേഴ്സും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ HTTP വെച്ചിട്ടാണ് കേട്ടോ. സോ ആദ്യം ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കും വെബ് ബ്രൗസറിന് വേണ്ടിയിട്ട്, പിന്നെ ആ റിക്വസ്റ്റ് സെർവർ പ്രോസസ്സ് ചെയ്യും, അതിൻ്റെ റെസ്പോൺസ് കൊടുക്കും, എന്നിട്ട് ആ റെസ്പോൺസിനനുസരിച്ച് എന്ത് ചെയ്യും, ബ്രൗസർ ഡേറ്റ റെൻഡർ ചെയ്യും. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ HTTPയിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഡേറ്റ സെൻഡ് ചെയ്യും, അങ്ങനെ പിന്നെ റെൻഡർ ചെയ്യും. ഇങ്ങനത്തെ പരിപാടികളാണ്. HTTP മെയിനായിട്ട് 3 വേർഷൻസ് ആണുള്ളത്. അതൊന്നും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. സോ HTTP ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതാണ്, വെബുമായിട്ട് തന്നെ ഇന്റർനെറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ക്ലയൻറ്റും സെർവറും തമ്മിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് വഴി ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഈ FTP എന്ന് പറയുന്നത് കേട്ടോ. സോ ആദ്യം ക്ലയൻറ്റ് സെർവറുമായിട്ട് FTP വഴി ലോഗിൻ ക്രെഡൻഷ്യൽ, ചിലപ്പോൾ യൂസർ നെയിം പാസ്വേഡോ അല്ലെങ്കിൽ അനോണിമസ് ആയിട്ടോ ഗസ്റ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യും. എന്നിട്ട് ക്ലയൻറ്റ് കമാൻഡ് സെർവറിലേക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനാണോ ഡൗൺലോഡ് ചെയ്യാനാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവർ ആ കമാൻഡ് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. അങ്ങനെയാണ് FTP വർക്ക് ചെയ്യുക. സോ അതാണ് ഈ പ്രോട്ടോകോൾ. സോ ഇമെയിലിന് സെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന SMTP ആണ്, റിസീവിന് POP3യും IMAPും ആണ്, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IP ഇൻ നെറ്റ്വർക്കിംഗ്? സോ IP എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേറൊരു പ്രോട്ടോകോളാണ്. IP എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ IP അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ ഒരുപാട് ഡിവൈസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എയർടെൽ എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക്, അതിൽ ഒരുപാട് ഡിവൈസ് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും, മൊബൈൽ ഫോൺസ് ഉണ്ടായിരിക്കും, വൈഫൈസിൻ്റെ ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ഡിവൈസ് ഉണ്ടായിരിക്കും. സോ ഓരോ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നെറ്റ്വർക്കിൽ ഓരോ ഡിവൈസ്, ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്ക് ഓരോ പേരുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അവർ അഡ്രസ്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഏത്, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP എന്ന് പറയുന്നത്. ഈ IP യൂസ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് യുണീക്ക് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈ IP ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ടു എനേബിൾ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദിസ് കമ്പ്യൂട്ടേഴ്സ്, അതേപോലെ സെർവേഴ്സ്, വേറെ ഡിവൈസ് ഒക്കെ ആയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ IPയുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് യുണീക്ക് IP അഡ്രസ്സ് ഓരോ ഡിവൈസിനും കൊടുക്കുക, പിന്നെ ഈ കൊടുത്തിട്ടുള്ളതിന് ശേഷം ഓരോ പെർട്ടിക്കുലർ IP അഡ്രസ്സിലേക്ക് പോകുന്ന ഡേറ്റ പാക്കറ്റ്സ് റൂട്ട് ചെയ്യുക, പ്രോപ്പർ ആയിട്ടാണോ പോകുന്നത്, സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള വേയിലൂടെയാണോ പോകുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ ഡെലിവറി, പാക്കറ്റ് ഡെലിവറി, ഡേറ്റ പാക്കറ്റ് ഡെലിവറി പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇതാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിന്റെ മെയിൻ ആയിട്ടുള്ളത്. 2 ടൈപ്പ് IP ആണുള്ളത്, IPv4ഉം IPv6ഉം. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ് ആണ്. IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് അഡ്രസ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ആൻഡ് IP എപ്പോഴും 0 to 255 റേഞ്ചിലാണ് ഉണ്ടാവുക, അതും ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത്, ദ MAC അഡ്രസ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ലെയർ ഓഫ് OSI മോഡൽ? MAC അഡ്രസ് ഏത് ലെയറിലാണെന്നാണ് നമ്മൾ നേരത്തെ ലെയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് ലെയർ എന്നുള്ളത്. സോ MAC അഡ്രസ് എവിടെയാണുള്ളത്? ഡേറ്റ ലിങ്ക് ലെയറിലാണ്. നമ്മൾ പറഞ്ഞു ലോജിക്കൽ ലിങ്ക് യൂണിറ്റും അതുപോലെ മീഡിയം ആക്സസ് കൺട്രോൾ യൂണിറ്റും, ഇങ്ങനെ 2 ഉണ്ട്. സോ MAC ആണ് എന്ത്, ഈ MAC അഡ്രസ് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്തത്, വാട്ട് ഡസ് HTML സ്റ്റാൻഡ്സ് ഫോർ? സോ HTML എന്ന് പറയുന്ന സാധനം, HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുക. സോ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ വരിക. സോ HTML എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്
വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജുകളാണ്. വെബ് പേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്ന പേജസ് ഇല്ലേ, സോ ആ പേജുകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പേജുകൾ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി അതിലെ വെബ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലബൻസ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഫേസ്ബുക്ക് പോലെ ഒരു പേജ് എടുത്താൽ ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് മെനു എന്നുള്ള സാധനം വരും, അല്ലെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ഇത് HTML എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഷോർട്ട് കട്ട് കീ ആണ്. യൂസ് ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ് ഇൻ MS Word. ഷോർട്ട് കട്ട് കീസ് ഒരുവിധം എല്ലാ ഷോർട്ട് കട്ട് കീസും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലാത്ത സാധനമാണ്. MS Wordൽ പുതിയ ഡോക്യുമെന്റ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, പുതിയ ഡോക്യുമെന്റ് തുറക്കാൻ വേണ്ടി നമ്മൾ Ctrl+N ആണ് കൊടുക്കുക, ന്യൂ ഡോക്യുമെന്റ്. Ctrl+O എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, Ctrl+S സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, Ctrl+P പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് CSS ഇൻ എ വെബ്സൈറ്റ്. സോ CSS എന്ന് പറയുന്ന സാധനം, CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് കേട്ടോ. ഈ HTML, CSS പിന്നെ ജാവാസ്ക്രിപ്റ്റ് ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. എന്താന്ന് വെച്ചാൽ ഈ HTML ആണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. അതാണ് എന്ത് ചെയ്യുക, ഈ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കൊടുക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഈ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കോർ വെബ് ടെക്നോളജി, ഇത് മൂന്നും കൂടി വർക്ക് ചെയ്തിട്ടാണ് വെബ്സൈറ്റ്സ് നമ്മൾ ഇതാക്കുക. ഓക്കെ, ഒരു വെബ് പേജിനെ സ്ട്രക്ചർ ചെയ്യുന്നത് ഈ HTML ആണ്, അതിന് സ്റ്റൈൽ കൊടുക്കുന്ന ആളാണ് ഇത് ഈ CSS എന്ന് പറയുന്നത്, ആൻഡ് അതിന് ഇൻട്രാക്ടിവിറ്റി, അതിന് ഡൈനാമിക് ബിഹേവിയർ കൊടുക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കത് ഓപ്പൺ ചെയ്ത് വരണം എന്ന് പറയുന്ന സാധനമൊക്കെ കൊടുക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട്. കളർ പോലുള്ള സാധനങ്ങൾ അതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം CSS ആണ്. സോ CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ പറയുന്നത്, സ്റ്റൈലിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് വെബ് പേജസ്. ഒരു HTML വെബ് പേജിന്റെ അപ്പിയറൻസും ലേഔട്ടും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന CSS ആണ്. ഓക്കെ, സോ ഇറ്റ് എൻഹാൻസസ് ദ വെബ് പേജ് ബൈ ആഡിങ് ദിസ് കളർ, അതേപോലെ ഫോണ്ട് എങ്ങനെയായിരിക്കണം, ഓരോത് തമ്മിലുള്ള സ്പേസിങ് എങ്ങനെയായിരിക്കണം, പൊസിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ CSS ആണ് നോക്കുക. ഓക്കെ, ഈ HTML എലമെന്റ്സിനായിരിക്കും നമ്മൾ CSS അപ്ലൈ ചെയ്യുക. ഓക്കെ, ഏത് കളർ വേണം, ഏത് രീതിയിലാണ് നിൽക്കേണ്ടത്, ചാടി കളിക്കണോ എന്നുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, what is the default file extension for MS Word documents in newer versions? Default file extension for MS Word. സോ ഫയൽ എക്സ്റ്റൻഷന് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, ഒരു ഫയൽ പെർട്ടിക്കുലർ ഫയൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PDF-ലാണെങ്കിൽ നമ്മൾ .pdf എന്ന് കണ്ടിട്ടുണ്ട്, ഇമേജ് ഫയലിലാണെങ്കിൽ നമ്മൾ .jpg അല്ലെങ്കിൽ .png എന്ന് കണ്ടിട്ടുണ്ട്, ഈ മ്യൂസിക്കിനാണെങ്കിൽ .wave, .mp3 എന്നുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഓരോ ഫയൽസ് ഏത് ടൈപ്പ് ഫയലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മൈക്രോസോഫ്റ്റ് വേർഡ് 2000 ആൻഡ് ലേറ്റർ വേർഷൻസിന് യൂസ് ചെയ്യുന്നത് .dox എന്നുള്ള ഫോമാറ്റ് ആണ് കേട്ടോ. .doc എന്നുള്ള ഫോമാറ്റ് വേർഡ് 97 to 2003 ഓൾഡർ ഫോർമാറ്റ് ആണ് ഈ .doc എന്ന് പറയുന്നത്. 97 മുതൽ 2003 വരെ അതാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ .txt എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയലാണ്. .pdf എന്ന് പറയുന്നത് PDF ഫയൽസിന് യൂസ് ചെയ്യുന്നതാണ്. .dotx എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വേർഡ് ടെംപ്ലേറ്റ് ഫയലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സാധനമാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ പറയുന്നത് .dox. So which of the following is not a web browser? നമ്മൾ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ, ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എൻ അപ്ലിക്കേഷൻ. ഓക്കെ, ഒരു അപ്ലിക്കേഷനാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യാനും നമുക്ക് എടുക്കാനും വേണ്ടിയിട്ട് ബ്രൗസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് എന്ത് ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഈ വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ. ഓക്കെ, ഇതിൽ ആൻസർ ഏതാണെന്ന് വെച്ചാൽ എക്സ്പ്ലോറർ ആണ്. വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ സാധനമാണ്. സോ
സോ അതാണ് ആപ്ലിക്കേഷൻ ദാറ്റ് റിട്രീവ്സ് ആൻഡ് ഡിസ്പ്ലേസ് ദ വെബ് പേജസ് ബൈ യൂസിങ് ഇന്റർനെറ്റ്. ഓക്കെ, ഇതിൽ നമ്മൾ ഗൂഗിളിൻ്റെ ഗൂഗിൾ ക്രോം, അതുപോലെ മുസില്ലേൻ്റെ മുസില്ല ഫയർഫോക്സ്, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് വരുന്നത്, ആപ്പിളിൻ്റെ സഫാരിയാണ്, അതുപോലെ ഒപ്പേറ സോഫ്റ്റ്വെയറിൻ്റെ ഒപ്പേറയാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് എന്ത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഓൺലൈൻ ടൂളാണ്. ഓക്കെ, വെബിലെ കണ്ടന്റ് നമ്മൾ ഈ വെബ് ബ്രൗസറിൽ നമുക്ക് കിട്ടേണ്ട വെബ് പേജ് സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഓക്കെ, വെബ് കണ്ടന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിളിൽ ഏതാണ്? ഗൂഗിൾ തന്നെയാണ്. ക്രോമിൽ നമ്മൾ കാണും ഗൂഗിൾ എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിനാണെങ്കിൽ അത് ബിങ് ആണ് വരുന്നത്. പിന്നെ യാഹു ഉണ്ട്, യാഹുവിൻ്റെ ഡഗ് ഡഗോ ഉണ്ട്, പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള. പിന്നെ ബൈഡു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എന്ത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ രണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കേട്ടോ. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി, വിൻഡോസ് എക്സ്പ്ലോറർ ആണ്. ഇനി ബ്രൗസർ ക്യാഷ്. വാട്ട് ആർ ബ്രൗസർ ക്യാഷ് യൂസ് ഫോർ? സോ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് ബ്രൗസർ ക്യാഷ് എന്ന് മനസ്സിലാക്കണം. സോ ക്യാഷ് എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ്. സോ ബ്രൗസർ ക്യാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി, ആസ് ഓഫ് നൗ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ ഈ ക്യാഷ് എന്നുള്ള സാധനം നമ്മൾ നമ്മളെ ഫോണിലും എല്ലാത്തിലും കുറേ കാണുന്നുണ്ടാവും. സോ എന്താണ് ബ്രൗസർ ക്യാഷ് എന്ന് പറഞ്ഞാൽ? ബ്രൗസർ ക്യാഷ് ഇത് ആക്ച്വലി ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് നമ്മുടെ ഡിവൈസിലുള്ളത്. ഓക്കെ, ഈ ഈ സ്റ്റോറേജ് ലൊക്കേഷനിൽ നമ്മൾ വെബ് ബ്രൗസേഴ്സ് ഈ വെബ്സൈറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ്, ഇമേജ്, അതേപോലെ ജാവാസ്ക്രിപ്റ്റ്, CSS പോലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പിന്നെയും റീവിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഉണ്ടാവില്ലേ? ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ്, ഏതെങ്കിലും എഡ്യൂക്കേഷണൽ സൈറ്റിൻ്റെ വെബ്സൈറ്റ്, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കും. സോ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് റീവിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ്, ചെറിയ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് എന്ത് ബ്രൗസർ ക്യാഷ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് വിസിറ്റിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും? ആ വെബ് പേജിൻ്റെ റിസോഴ്സസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് ക്യാഷിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, റിസോഴ്സ് ഡൗൺലോഡ് ചെയ്ത് ക്യാഷിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് പിന്നെ അഗെയിൻ ഉള്ള സബ്സിക്വൻറ്റ് വിസിറ്റിൽ, സോറി, ഇൻസ്റ്റെഡ് ഓഫ് ഡൗൺലോഡിങ് ദ സെയിം ഐറ്റം, ഈ ബ്രൗസർ എന്ത് ചെയ്യും? ക്യാഷിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സാധനം ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ എന്തുണ്ടാവാം? ഇമേജുകൾ ഉണ്ടായിരിക്കും, ഐക്കൺസ് ഉണ്ടാവാം, അതേപോലെ ഈ HTML പേജസ് അല്ലെങ്കിൽ CSS ഫയൽസ്, അങ്ങനെ പല രീതിയിലുള്ള സാധനം. സോ ഇതെങ്ങനെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേജുകൾ ഫാസ്റ്ററായിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം നെറ്റൊക്കെ ഭയങ്കര കുറഞ്ഞ അവസ്ഥയിൽ പേജ് പെട്ടെന്ന് ലോഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, to speed up loading by storing temporary data. അടുത്തതാണ് റാൻസം വെയർ. എന്താണ് റാൻസം വെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ റാൻസം വെയർ എന്നുള്ള സാധനം നമ്മൾ വൈറസിലൊക്കെ കേട്ടിട്ടുള്ള സാധനമാണ്, വൈറസിൽ പറഞ്ഞിട്ടുണ്ട്. സോ റാൻസം വെയർ ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മാൽവെയർ ഇസ് ആക്ച്വലി കൈൻഡ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. വിക്ടിമിൻ്റെ ഫയൽസും അതുപോലെ അവരുടെ സിസ്റ്റവും ഒക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് ഇട്ടിട്ട് ഒരു റാൻസം എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെൻറ്റ്, ആക്സസ് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേയ്മെൻറ്റ് ചോദിക്കുന്ന പരിപാടിയാണ് റാൻസം വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഭയങ്കരമായിട്ട് പല ഓർഗനൈസേഷൻസിലും കിട്ടിയിട്ടുള്ള ഒരു മേജർ മാൽവെയർ അറ്റാക്കാണ് ഈ റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇവരുടെ ഈ ഫേമസ് ആയിട്ടുള്ള കുറച്ച് റാൻസം വെയർ അറ്റാക്സ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്തൊന്നും നോക്കാം. വാണക്രൈ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ലോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് അറ്റാക്സ് ഫേമസ് റാൻസം വെയർ അറ്റാക്സ് ആണ്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള സെർവേഴ്സോ ഏതെങ്കിലും ആക്സസ് ചെയ്തിട്ട് അവരുടെ എല്ലാ ഫയൽസും എന്ത് ചെയ്യും? ലോക്ക് ചെയ്തിടും. ലോക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്താൽ, പൈസ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന് തിരിച്ചുള്ള ആക്സസ് കൊടുക്കുകയുള്ളൂ. സോ അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ഈ റാൻസം വെയർ അറ്റാക്സ് എന്ന് പറയുന്നത്.
സോ വാട്ട് ഈസ് എ റാൻസംവെയർ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. എ വൈറസ് ദാറ്റ് എൻക്രിപ്റ്റ്സ് യൂസർ ഡേറ്റ ആൻഡ് ഡിമാൻഡ്സ് എ റാൻസം. എ ബ്രൗസർ എക്സ്റ്റൻഷൻ. എ ഫയർവാൾ. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് മാൽവെയർ? ഇതിൽ മാൽവെയർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാൽവെയർ എന്താ നമ്മൾ പറഞ്ഞു, എന്താണ്? മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയാം. സോ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ട്രോജൻ ഹോൾസ് ആണ്. ട്രോജൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ, ട്രോജൻ ഹോൾ അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ട്രോജൻ എന്ന് പറയും. ഇത് ആക്ച്വലി എ കൈൻഡ് ഓഫ് മാൽവെയർ ആണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് ഈ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിനെയൊക്കെ വിശ്വസിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? യൂസറിനെ കൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ സിസ്റ്റത്തിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം നമ്മളൊരു സോങ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ സോങ്ങിൻ്റെ എന്താ പറയുക, ഫയലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കുന്ന രീതിയിൽ ലിങ്ക് തരും. പക്ഷെ ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും APK ഫയൽസ് ഒക്കെ ആയിരിക്കും ഡൗൺലോഡ് ആവുന്നുണ്ടാവും. സോ ആ APK ഫയൽസ് ചിലപ്പോൾ നമ്മളൊന്നെങ്കിലും ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാണ്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ട്രോജൻ എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഗ്രീക്കിൽ ഈ ട്രോജൻസ് എന്ന് പറഞ്ഞ ഒരു ട്രോജൻ ഹോൾസിന്റെ ഒരു കഥയുണ്ട്. എന്താന്ന് വെച്ചാൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പീസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? സമ്മാനമായിട്ട് ഒരു ട്രോജൻ ഹോഴ്സ്, വലിയൊരു മരത്തിന്റെ കുതിരേനെ എന്ത് ചെയ്യും? ഗിഫ്റ്റ് ചെയ്യും. പക്ഷേ ഈ കുതിരേൻ്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് രാജ്യത്തിന്റെ സൈനികരുണ്ടായിരുന്നു. ഈ കുതിരേനെ അപ്പുറത്തുള്ള രാജ്യം എന്ത് ചെയ്യും? എടുത്ത് രാജ്യത്ത് എത്തിച്ച ശേഷം ഇവര് ഈ കുതിരയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പടവെട്ടി രാജ്യം കൈക്കലാക്കുന്ന പരിപാടിയാണ്. സോ അതാണ് സ്വന്തം ഗിഫ്റ്റ് ആണ് അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഫയൽസ് നമ്മളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിട്ട് അത് എന്ത് ചെയ്യുക? മലീഷ്യസ് ആക്ഷൻസ് നമ്മളെ ഇതിൽ വരുത്തുന്ന പരിപാടിയാണ്, നമ്മുടെ സിസ്റ്റത്തിൽ വരുത്തുന്ന പരിപാടിയാണ് ട്രോജൻ ട്രോജൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ പല രീതിയിലുള്ള ട്രോജൻസ് ഉണ്ട്. ഒരു ബാക്ക് ഡോർ ട്രോജൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. നമ്മുടെ സിസ്റ്റംസിൽ ഒരുപാട് പോർട്ടുകൾ ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കും. അതൊക്കെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. സോ ഈ ഓപ്പൺ പോർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്ക് ഡോർസ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എടുക്കുന്നതാണ് ബാക്ക് ഡോർ ട്രോജൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ട്രോജൻസ് ഉണ്ട്, നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ ആണ് വേം എന്ന് പറയുന്ന സാധനം. വേം ഈസ് ആക്ച്വലി വേം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേം എന്ന് പറയും. അതും ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മാൽവെയർ ആണ്. വേമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ്, ഇപ്പം നമ്മളെ സിസ്റ്റത്തിൽ ഒരു വൈറസിൻ്റെ ഒരു ഫയൽ ഉണ്ട് വിചാരിക്കുക. ആ ഫയൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ വൈറസ് നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് വൈറസിന്റെ പ്രത്യേകത. പക്ഷെ വേം എന്നുള്ളതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പൊതുവേ ഉള്ള വേംസ് എന്താണ്? സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ജീവികളാണ് ഈ വേംസ് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടർ വേം എന്ന് പറയുന്നതും. ഇത് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നെറ്റ്വർക്കുകൾ ത്രൂ സ്പ്രെഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒന്നും വേണ്ട, വേം അത് ഇറ്റ്സെൽഫ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു വേം ഉണ്ടെങ്കിൽ അത് ഇറ്റ്സെൽഫ് ആ സിസ്റ്റത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് അതിലുള്ള എന്താണ് ഡേറ്റാസ് ഒക്കെ തുറന്ന് അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി തരും. ഓക്കെ, അടുത്തതാണ് സ്പൈവെയർ എന്ന് പറയുന്ന സാധനം. സ്പൈവെയർ കൊണ്ട് വലിയ ഉപദ്രവങ്ങളില്ല. പക്ഷേ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, യൂസറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യൂസറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതും ഒരു കൈൻഡ് ഓഫ് മാൽവെയർ ആണ്. നമ്മൾ ഇപ്പം ഈ സ്പൈവെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാം. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് സ്ലോ ആക്കാം. ഇങ്ങനത്തെ പരിപാടിക്ക് സ്പൈവെയർ ഉണ്ട്. ഇപ്പം ഈ സ്പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ, എന്താ പറയാ, സ്പൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചോർത്തുന്ന ആളല്ലേ. സോ ഈ സ്പൈവെയർ എന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മളിപ്പം സപ്പോസ് ഞാൻ ഇന്റർനെറ്റ് ബാങ്കിങ് ചെയ്യാണ്, ഞാൻ എൻ്റെ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡ് എടുക്കുകയാണ്. സ്പൈവെയർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതൊക്കെ കീയാ ക്ലിക്ക് ചെയ്തതെന്ന് ഉള്ളത് നോക്കും. എന്നിട്ട് അത് വെച്ചിട്ട് എന്താണ് എൻ്റെ ഇത് യൂസ് ചെയ്യും, എൻ്റെ ഇതെടുക്കും, എൻ്റെ ഇൻഫർമേഷൻ എടുക്കും. സോ ദാറ്റ് ഹാക്കേഴ്സിന് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് എൻ്റെ ബാങ്കിങ്ങിൽ കയറാം, അങ്ങനെയുള്ള സാധനം. സോ ഇങ്ങനെ കീ ഒക്കെ നോക്കുന്ന കീ ലോഗേഴ്സ് എന്ന് പറയുന്ന സ്പൈവെയർ ആണ്. പിന്നെ ആഡ്വെയർ എന്ന് പറയുന്ന സാധനമുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള ആഡ്സ് നമുക്ക് ഇങ്ങനെ തരുന്നത്. ഓക്കെ, അപ്പൊ സ്പൈവെയറും ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മാൽവെയർ ആണ്. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് കമ്പൈലർ ആണ്. കമ്പൈലർ ഈസ് നോട്ട് എ മാൽവെയർ. കമ്പൈലർ എന്താന്ന് വെച്ചാൽ,
ഇറ്റ് ഈസ് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് കോഡിനെ മെഷീൻ കോഡ് ആക്കിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ മെഷീൻ കോഡ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് എന്ത് കമ്പൈലർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. What does merge and center button does in MS Excel? So merge and center button എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഫോർമാറ്റിംഗ് ഫീച്ചറാണ് MS Excel. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൽസിനെ ഒരു സിംഗിൾ സെല്ലാക്കിയിട്ട് മെർജ് ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മൾ അടിക്കുന്ന ടെക്സ്റ്റ് അതിൻ്റെ സെൻറ്റർ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് മേർജ് ആൻഡ് സെൻറ്റർ. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേണ്ട സെൽസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് മേർജ് ചെയ്യും. മേർജ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി ഒരൊറ്റ സെല്ലായിട്ട് മാറും. എന്നിട്ട് നമ്മൾ സെൻറ്റർ കൊടുത്താൽ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററായിട്ട് മാറും. ശരിക്കും മെർജിങ് ഓപ്ഷനിൽ 4 എണ്ണം ഉള്ളത്. മെർജ് ആൻഡ് സെൻറ്റർ ഉണ്ട്, മെർജ് അക്രോസ് ഉണ്ട്, മെർജ് സെൽ ഉണ്ട്, അൺമെർജ് സെൽ ഉണ്ട്. മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സെൽസ് മെർജ് ചെയ്തിട്ട് ടെക്സ്റ്റ് സെൻറ്ററിൽ വരും. മെർജ് അക്രോസ് എന്ന് പറഞ്ഞാൽ മെർജ് ചെയ്യും ആൻഡ് ഹൊറിസോണ്ടൽ മെർജസ് ഓൺലി ദ ഹൊറിസോണ്ടൽ ആക്സസ് സെലക്ടഡ് റോ, ഹൊറിസോണ്ടലിയുള്ള സെലക്ടർ റോ മാത്രം ആണ് മെർജ് ചെയ്യുന്നത് ഈ മെർജ് അക്രോസിൽ. അതേപോലെ മെർജ് സെൽ വിത്തൗട്ട് സെൻറ്ററിങ് ദ ടെക്സ്റ്റ് സെൽസ് മെർജ് ചെയ്യുന്നതാണ്. അൺമെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, സെൽസ് പഴയ പോലെ തന്നെ ആക്കുന്നതാണ് അൺമെർജിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, ജോയിൻസ് മൾട്ടിപ്പിൾ സെൽസ് ഇൻ ടു വൺ ആൻഡ് സെൻറ്റേഴ്സ് ദ ടെക്സ്റ്റ്. ഓക്കെ, അടുത്തത് വിച്ച് വൈറസ് അറ്റാച്ചസ് ഇറ്റ്സെൽഫ് ടു ദ ബൂട്ട് സെക്ടർ ഓഫ് എ ഡിസ്ക്. ഒരു ഡിസ്കിന്റെ ബൂട്ട് സെക്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന വൈറസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് ആൻസർ എന്നുള്ളത്. ആൻസർ പറയുന്നത് ബൂട്ട് സെക്ടർ വൈറസ് ആണ്. സോ എന്താണ് ബൂട്ട് സെക്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ, ഈ ബൂട്ട് സെക്ടർ വൈറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും ആക്ച്വലി ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. ഈ ഒരു സ്റ്റോറേജ് ഡിവൈസിന്റെ ഹാർഡ് ഡ്രൈവോ SSDയോ അല്ലെങ്കിൽ USB പോലുള്ള സ്റ്റോറേജ് ഡിവൈസിനെ ബൂട്ട് സെക്ടറിനെ ഇൻഫെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വൈറസ് ആണ് ഈ ബൂട്ട് സെക്ടർ വൈറസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ലോഡ് ചെയ്തിട്ട് ആ വൈറസ് ആ പെർട്ടിക്കുലർ സ്റ്റോറേജ് ഡിവൈസ് ഡിറ്റക്ട് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ട് ആക്കുന്ന പരിപാടിയാണ് ഈ ബൂട്ട് സെക്ടർ വൈറസ്. ഓക്കെ, അതാണ് ചില ഈ USB ഒക്കെ കുത്തിയാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത് ഈ കാരണം കൊണ്ടാണ്. ഓക്കെ, മാക്രോ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി അനദർ ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. ഈ മാക്രോ എനേബിൾഡ് ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഫയൽസ് ഒക്കെ, അതുപോലെയുള്ള ഡോക്യുമെന്റ്സിൽ എംബഡ് ചെയ്തിട്ട് പോകുന്ന വൈറസുകളാണ് ഈ മാക്രോ ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, വെന്നെവർ ആ ഡോക്യുമെന്റ് ഓപ്പൺ ആവുമ്പം ഈ കോഡ്, വൈറസ് കോഡ് എക്സിക്യൂട്ട് ആയിട്ട് ത്രൂ ഔട്ട് നമ്മുടെ സിസ്റ്റത്തിൽ സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക ഈ മാക്രോ വൈറസ്. അതാണ് മാക്രോ വൈറസ് എന്ന് പറയുന്നത്. അടുത്തത് ഫയൽ ഇൻഫെക്റ്റർ വൈറസ് എന്ന് പറയുന്നതാണ്. സോ ഫയൽ ഇൻഫെക്റ്റർ വൈറസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. ഈ എക്സിക്യൂട്ടബിൾ ഫയൽസ് ഉണ്ട്, .exe, .com പോലുള്ള എക്സിക്യൂട്ടബിൾ ഫയൽസിൽ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അത് എപ്പോഴൊക്കെ ആ ഫയൽസ് ഓപ്പൺ ആക്കുന്നോ അപ്പോഴൊക്കെ സ്പ്രെഡ് ആവുന്ന പരിപാടിയാണ് ഈ ഫയൽ ഇൻഫെക്റ്റർ വൈറസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഈ ഫയൽസിന് സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നമുണ്ട്, കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള വൈറസ് ആണിത്. സോ എക്സിക്യൂട്ടബിൾ ഫയൽസ് ലൈക്ക് .exe, .dll, .com പോലുള്ള ഫയൽസിൻ്റെ ഒക്കെ കൂടെ എംബഡ് ചെയ്തിട്ട് പോകുന്ന പരിപാടിയാണ് ഈ ഫയൽ ഇൻഫെക്റ്റർ വൈറസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ബൂട്ട് സെക്ടർ ഓഫ് എ ഡിസ്കിനെ അറ്റാച്ച് ചെയ്ത് ഇതാക്കുന്ന വൈറസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ബൂട്ട് സെക്ടർ വൈറസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് IP അഡ്രസ്. സോ IP അഡ്രസ് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്, V4ഉം V6ഉം ഉണ്ട്, 2 വേർഷൻസ് ഉണ്ട്. സോ V4 32 ബിറ്റ് ആണ്, V6 128 ബിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. സോ ഇതിൽ വാലിഡ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു. സോ ഇത് 32 ബിറ്റ് ആണ്, ഇതും 32 ബിറ്റ് ആണ്, ഇതും 32 ബിറ്റ് ആണ്, ഇത് 4ഉം 32. ഫോമാറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത്, എപ്പോഴും IP അഡ്രസ്സിന്റെ റേഞ്ച് 0 to 255 ആണെന്ന് പറഞ്ഞു അല്ലേ. സോ ഇവിടെ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ 0 to 255 ആണ്, സിയും 0 to 255 ഉള്ളിലാണ് വരുന്നത്, ഡിയും 0 to 255. പക്ഷെ ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി ഏതിൽ വരുന്നില്ല, ഇവിടെ ലാസ്റ്റ് വൺ 256 ആ വരുന്നത്. സോ അതെന്താണ്, ആ റേഞ്ചിലല്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ വാലിഡ് IP അഡ്രസ്.
സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഡൊമെയിൻ നെയിംസ് ഇൻ ടു IP അഡ്രസ്. സോ ഡൊമെയിൻ നെയിംസ് IP അഡ്രസ് ആക്കിയിട്ട് ഇതിലുള്ള 4 3 പ്രോട്ടോകോൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. HTTP എന്തിനാന്ന് പറഞ്ഞാൽ FTP ഫയൽ ട്രാൻസ്ഫർ ആണ്, SMTP ഇമെയിൽ ആണ്. സോ അല്ലാത്ത ഏതായിരിക്കും DNS ആണ് നമ്മുടെ ആൻസർ. DNS എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ നെയിം സിസ്റ്റം, അതാണ് DNS എന്ന് പറയുന്നത്. അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡൊമെയിൻ നെയിംസ് ഇല്ലേ എന്ന് വെച്ചാൽ നമ്മൾ google.com, facebook.com, instagram.com പോലുള്ള ഡൊമെയിൻ നെയിംസ് IP അഡ്രസ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് DNSന്റെ പരിപാടി. IP അഡ്രസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 192.172.160.2 പോലുള്ള IP അഡ്രസ് ആക്കാം. സോ ഓരോ ഡൊമെയിൻ നെയിമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. സോ ഈ നമുക്ക് വായിക്കാൻ പറ്റിയ ഡൊമെയിൻ ഈ IP അഡ്രസ്സുകളാണ് നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവുക. ഓക്കെ, സോ ഈ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡൊമെയിൻ നെയിംസിനെ IP അഡ്രസ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടി ആരാ ചെയ്യുന്നത്? DNS ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത അബ്രീവിയേഷനിലെ ക്വസ്റ്റൻ ആണ്. അബ്രീവിയേഷൻ എനിക്ക് തോന്നുന്നു ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു പോർഷനാണ്. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. വാട്ട് CPU സ്റ്റാൻഡ്സ് ഫോർ? CPU എന്താ നമുക്കറിയാം, എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, വിച്ച് ഇസ് നോട്ട് an example of output device. ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. പ്ലോട്ടർ ആണോ, മോണിറ്റർ ആണോ, ജോയ്സ്റ്റിക് ആണോ, സ്പീക്കർ ആണോ? സോ ആദ്യം ഇത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സ്പെഷ്യലൈസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഈ ലാർജ് സ്കെയിൽ ഗ്രാഫിക്സ്, അതുപോലെ ടെക്നിക്കൽ ഡ്രോയിങ്സ് ഒക്കെ ഇല്ലേ, ഹൈ പ്രിസിഷൻ വേണ്ട ഡ്രോയിങ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വൽ പ്രിന്റേഴ്സ് പോലെയല്ല. പ്ലോട്ടേഴ്സ് ഈ പ്രിന്റേഴ്സ് നമ്മൾ ഡോട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് പ്രിന്റേഴ്സ് പ്രിന്റ് ചെയ്യുക. ഈ പ്ലോട്ടേഴ്സ് കണ്ടിന്യൂസ് ലൈൻസ് ഡ്രോ ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ആർക്കിടെക്ചറൽ ആപ്ലിക്കേഷൻസിന്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആപ്ലിക്കേഷൻസിനൊക്കെ പ്ലോട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് മോണിറ്റർ. മോണിറ്റർ നമുക്കറിയാം, നമുക്ക് ഔട്ട്പുട്ട് തരുന്ന വേറൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ത്? മോണിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് വിഷ്വൽ സാധനങ്ങൾ തരുന്ന സാധനമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഗെയിംസിലും സിമുലേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതിലൊരു സ്റ്റിക്ക് ഉണ്ടായിരിക്കും. ഈ സ്റ്റിക്ക് നമുക്ക് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക്. ആൻഡ് സ്വിച്ചസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ തിരിച്ച് വളച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലെ ഗെയിമിങ്ങിലൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക. ഓക്കെ, മൂവ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യുക. സ്പീക്കർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഓഡിയോ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. സോ നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? ഒബ്വിയസ്ലി ജോയ്സ്റ്റിക് ആണ്. ഓപ്ഷൻ സി, ജോയ്സ്റ്റിക്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വോളറ്റൈൽ മെമ്മറി? സോ ഏതാണ് ഇതിൽ വോളറ്റൈൽ മെമ്മറിക്ക് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് മുമ്പ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് വോളറ്റൈൽ മെമ്മറി എന്ന് മനസ്സിലാക്കണം. സോ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറിയാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡേറ്റ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പവർ വേണം. ഓക്കെ, സോ പവർ ടേൺ ഓഫ് ചെയ്താൽ, പവർ പോയാൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അതിന് നഷ്ടമാവും എന്നുള്ളതാണ് ഈ വോൾട്ടൈൽ മെമ്മറീൻ്റെ പ്രത്യേകത. ബേസിക്കലി ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്, പക്ഷെ എന്താണ് ഡേറ്റ ഇതാക്കാൻ വേണ്ടി പവർ. ഇപ്പം സപ്പോസ് നമ്മൾ സിസ്റ്റത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക, ഒരു വേർഡ് ഡോക്യുമെന്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ടൈപ്പ് ചെയ്യുന്ന വേർഡ് ഡോക്യുമെന്റ് ഇപ്പം ഈ വോൾട്ടൈൽ മെമ്മറിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് എൻ്റെ സിസ്റ്റത്തിന് ചാർജ് തീർന്നു. എന്ത് സംഭവിച്ചു? സാധനം അങ്ങോട്ട് ഓഫായി. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആ സാധനം കിട്ടൂല. ഓക്കെ, കാരണം അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എൻ്റെ വോൾട്ടൈൽ മെമ്മറി, എൻ്റെ റാമിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് പവർ വേണം. എന്തിന്? ഈ സ്റ്റോർ ചെയ്ത ഡേറ്റ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പവർ പോയപ്പോൾ അത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റ എന്ത് പോയി? അതിന് നഷ്ടമായി. അതാണ് ഈ വോൾട്ടൈൽ മെമ്മറീൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഈ വോൾട്ടൈൽ മെമ്മറി ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വോൾട്ടൈൽ മെമ്മറീൻ്റെ എക്സാമ്പിളിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളെ റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മളെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്ന സാധനം. ചെറിയ ഹൈ സ്പീഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ദെൻ രജിസ്റ്റേഴ്സ്. ഇത് മൂന്നും എന്താണ്? വോൾട്ടൈൽ മെമ്മറിയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലേ? സോ അത് വോൾട്ടൈൽ മെമ്മറി ആണോ? അല്ല. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നോൺ വോൾട്ടൈൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. നമ്മളിപ്പം പവർ ഓഫ് ആക്കിയാലും ഹാർഡ് ഡിസ്ക് നമ്മൾ ബാക്കപ്പ് സ്റ്റോറേജ് ആണ്. പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക് അല്ലേ? സോറി. സോ പവർ ഓഫ് ആയാലും ഡേറ്റ അതിലുണ്ടാവും. SSD എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്.
അനദർ ബാക്കപ്പ് ഡിവൈസ് ആണ് SSD എന്ന് പറയുന്നത്. അതിലും ഡേറ്റ വേണ്ട കാര്യമില്ല, നോൺ വോൾട്ടേജ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഡേറ്റ വേണ്ട കാര്യം, സോറി, പവർ വേണ്ട കാര്യമില്ല ഡേറ്റ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മൾ CD-ROM എന്ന് പറയുന്ന സാധനം. CD-ROM ഈസ് ആക്ച്വലി ഒരു നോൺ വോൾട്ടേജ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓക്കെ, ഡേറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് CD-ROM എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമുക്ക് വരുന്ന ഓപ്ഷൻ സി, റാം ആണ്. What type of printer uses impact to produce text? Okay. സോ പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസുകളാണ് അല്ലേ. ഡിജിറ്റൽ ഡോക്യുമെന്റ്സിന്റെ ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് ആവാം, ഇമേജസ് ആവാം, ടെക്സ്റ്റ് ആവാം, എന്തും ആവാം, അതിന്റെ ഔട്ട്പുട്ട് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. സോ പ്രിന്റേഴ്സ് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഉണ്ട്, ചെറിയ പിന്ന് പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അത് എന്നിട്ട് ഈ ഇങ്ക് റിബണിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ക്യാരക്ടേഴ്സ് ഡോട്ട് യൂസ് ചെയ്തുണ്ടാക്കുന്നതാണ് ഡോട്ട് മാട്രിക്സ്. അതുപോലെ ഡെയ്സി വീൽ പ്രിന്റിംഗ് ഉണ്ട്. ഡെയ്സി വീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് പോലെ ഒരു റൊട്ടേറ്റിംഗ് വീൽ ഉണ്ടാവും ക്യാരക്ടേഴ്സ് ആയിട്ട്, എന്നിട്ട് ആ വീല് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധനം വരുന്നതാണ്. പിന്നെ ലൈൻ പ്രിന്റർ ഉണ്ട്, എൻറ്റയർ ലൈൻ അറ്റ് വൺസ് പ്രിന്റ് ചെയ്യുന്ന സംഭവമാണ് ഇത്. അല്ലാണ്ട് നമുക്ക് ലേസർ ജെറ്റ് ഉണ്ട്, തെർമൽ ഉണ്ട്, പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ ഇമ്പാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോട്ട് മാട്രിക്സ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ ഡോട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ ലിക്വിഡ് ഇങ്ക് സ്പ്രേ ചെയ്തിട്ടാണ്, ലേസർ ആണെങ്കിൽ ലൈറ്റ് വെച്ചിട്ടാണ്, തെർമൽ ആണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of system software? So, system software എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ദാറ്റ് ഈ അപ്ലിക്കേഷൻസിന് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. സോ ഇവരെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സോ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ബേസിക്കലി ആക്ട് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഹാർഡ്വെയറും യൂസർ അപ്ലിക്കേഷൻസും തമ്മിലുള്ള ഒരു 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 മീഡിയേറ്ററാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഇല്ലേ, പ്രിന്ററിന്റെ ഡ്രൈവർ, USB ഡ്രൈവേഴ്സ്, അതുപോലുള്ള സാധനം. അതുപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഈ ആന്റി വൈറസ്, ഡിസ്ക് ക്ലീനപ്പ്, ഫയൽ കംപ്രഷൻ പോലുള്ള സാധനങ്ങൾ. പിന്നെ ഫേംവെയർ ഉണ്ട്, ഫേംവെയർ, എംബഡഡ് OS, അതുപോലെ ബയോസ് പോലുള്ള സാധനങ്ങൾ. ഇതൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്, മാക് OS, ലിനക്സ് പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന. സോ ഇവിടെ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ്, ഗൂഗിൾ ക്രോം ഒക്കെ അപ്ലിക്കേഷൻ ആണ്, ഫോട്ടോഷോപ്പ് അപ്ലിക്കേഷൻ ആണ്, വിൻഡോസ് 10 ആണ് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓപ്ഷൻ സി, വിൻഡോസ് 10 ആണ് നമ്മുടെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്? ഓക്കെ, സോ സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും ഉണ്ട്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്. ഓക്കെ, ഈ മെയിൻ മെമ്മറിയാണ് ഡയറക്ട്ലി CPU ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഫോർ ഫാസ്റ്റർ ഡേറ്റ ആക്സസ് ഒക്കെ. സോ ഇതാണ് പ്രൈമറി സ്റ്റോറേജ്. അതിൽ നമുക്ക് റാം വരും, അതുപോലെ ക്യാഷ് മെമ്മറി വരും, രജിസ്റ്റേഴ്സ് വരും. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. സോറി, സോ ലോങ് ടേം ഡേറ്റ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, SSD, ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ CD, DVD ഒക്കെ, പിന്നെ ഫ്ലാഷ് സ്റ്റോറേജ്, USB പോലുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നതാണ്. സോ ഇവിടെ റാം എന്ന് പറയുന്ന പ്രൈമറി ആണ്, ഹാർഡ് ഡിസ്ക് പറയുന്ന സെക്കൻഡറി ആണ്, ക്യാഷ് മെമ്മറി പ്രൈമറി ആണ്, രജിസ്റ്റർ പ്രൈമറി ആണ്. സോ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഒപ്റ്റിക്കൽ സ്റ്റോറേജ്? സോ ഇവിടെ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡേറ്റ ഡിസ്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന
ഒരു മെത്തേഡാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമൺലി യൂസ്ഡ് ഫോർ ഡേറ്റ ബാക്കപ്പിന്, അതുപോലെ മീഡിയ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ OS ഒക്കെ ഉണ്ടല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ ഒക്കെ പണ്ട് ഈ CD വഴിയായിരുന്നു ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് യൂസ് ചെയ്യുക. സോ ലേസർ ബീം യൂസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുക. നമ്മൾ CD കോമ്പാക്ട് ഡിസ്ക്, DVD ഡിജിറ്റൽ വേഴ്സ്റ്റൈൽ ഡിസ്ക്, ബ്ലൂറേ ഡിസ്ക് BD എന്ന് പറഞ്ഞിട്ട് 3 നമ്മൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉള്ളത്. സോ ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി DVD ആണ് വരിക. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് SSD over HDD? സോ SSD HDD എന്താന്ന് പറഞ്ഞാൽ, SSD പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്, HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് അല്ലേ. രണ്ടും എന്തിനാണ്? ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ബാക്കപ്പ് ഡേറ്റയ്ക്ക് വേണ്ടി ഡാറ്റ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ടെക്നോളജി, അത് യൂസ് ചെയ്യുന്ന ടെക്നോളജി, അവർ വർക്ക് ചെയ്യുന്ന സ്പീഡ് എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ട്രഡീഷണൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സ്പിന്നിങ് മാഗ്നറ്റിക് പ്ലേറ്റ് ഉണ്ടായിരിക്കും, ആ പ്ലേറ്റ് ആൻഡ് അതിൻ്റെ കൂടെ ഒരു മൂവിങ് റീഡ് ആൻഡ് റൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഈ മെക്കാനിക്കൽ പാർട്ട് എപ്പോഴും ഈ സ്പിന്നിങ് ഡിസ്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലാണ് സ്റ്റോറേജ് നടക്കുക. ഓക്കെ, ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ലോവർ കോസ്റ്റിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് നമ്മൾ HDD എന്ന് പറയുന്നത്. പക്ഷേ ഇത് SSDനേക്കാളും വളരെ സ്ലോവർ ആണ് കേട്ടോ. ഇപ്പം ഈ HDDൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു 500 GB മുതൽ ഒരു 15-20 TB വരെയൊക്കെ ഉണ്ടാവും. സ്പീഡ് നോക്കുകയാണെങ്കിൽ 100 to 200 MB/s ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് SSD ആണെങ്കിൽ SSDക്ക് ഇതുപോലെ മൂവിങ് പാർട്സ് ഒന്നുമില്ല. ഒരു 256 GB മുതൽ 8 TB വരെയാണ് ഈ സാധാരണ SSDൻ്റെ കപ്പാസിറ്റി. പക്ഷെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 500 മുതൽ ഒരു 500 to 5000 Mbps വരെ സ്പീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിലും കൂടുതലാണ്. സോ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹൈ ഡ്യൂറബിലിറ്റി ആൻഡ് ഫാസ്റ്റർ സ്പീഡ്. ഓക്കെ, അടുത്തത് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ്. ഓക്കെ, സോറി. സോ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, ഇങ്ങനെ 4 ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അല്ലേ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഇത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളതും ഫാസ്റ്റസ്റ്റും ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്. വളരെ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. ഈ ന്യൂക്ലിയർ റിസർച്ച്, അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫുഗാക്കു എന്ന് പറഞ്ഞിട്ടൊരു ജപ്പാനിലാണെന്ന് തോന്നുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ IBMൻ്റെ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അടുത്തതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈ കപ്പാസിറ്റി സെർവേഴ്സ് ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ബൾക്ക് ആയിട്ടുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിന് ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. സോ ദാറ്റ് അതിന് തൗസൻഡ്സ് ഓഫ് യൂസേഴ്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഈ ബാങ്ക്, അതുപോലെ നമ്മൾ എയർലൈൻസ്, ഗവൺമെൻറ് ഏജൻസീസ് ഒക്കെ ബേസിക്കലി ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സാണ് യൂസ് ചെയ്യുക. IBMൻ്റെ Z സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉണ്ട്, പറ്റുകയാണെങ്കിലും സെർച്ച് ചെയ്യാം. പിന്നെ വരുന്നതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ഇത് മിഡ് റേഞ്ച് ആയിട്ടുള്ള സാധനമാണ് ഈ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ഫ്രെയിമിനേക്കാൾ ചെറുതാണ്, പക്ഷേ നമ്മളെ നോർമൽ PCനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ബിസിനസ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, ഡേറ്റാബേസ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. ഈ IBMൻ്റെ AS400 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ വരുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ്, നമ്മളെ PCs ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പാണ് ഓഫീസ് ടാസ്കിനും പേഴ്സണൽ ടാസ്കിനും യൂസ് ചെയ്യുന്ന സാധനം. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, നമ്മളെ സ്മാർട്ട് ഫോൺ, ഇതൊക്കെ എന്താണ്? മൈക്രോ കമ്പ്യൂട്ടറാണ്. ഡെല്ല്, HP, മാക്ബുക്ക് പറയുന്ന സാധനങ്ങൾ. സോ ഇവിടെ ആൻസർ എന്താണ്? മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്നും പറയും. ഓക്കെ, PCs. അഗെയിൻ ഷോർട്ട് കട്ടിൻ്റെ ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ബോൾഡ് ടെക്സ്റ്റ് ഇൻ MS Word? ബോൾഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? Ctrl+B ആണ് നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Ctrl+U is for underline, Ctrl+I is for italics, Ctrl+P is for printing documents. ഓക്കെ, ഷോർട്ട് കട്ടൊക്കെ നോക്കുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ അല്ലാത്ത ഏതാണ് എന്നാണ് ചോദിച്ചത്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, അതേപോലെ യൂസർ ഇൻ്റർഫേസും എല്ലാം മാനേജ് ചെയ്യുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ദാറ്റ് ദിസ് വിൽ ബി മാനേജിങ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ that will so that it will provide a user interface for ensuring better
ആൻഡ് എഫിഷ്യൻ്റ് ഓപ്പറേഷൻ. ഓക്കെ, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഒരുപാട് ഫങ്ഷൻസ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. ഫസ്റ്റ് വൺ പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. പ്രോസസ്സുകൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. പിന്നെ മെമ്മറി മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഫയൽസ് മാനേജ് ചെയ്യുന്നുണ്ട്, ഡിവൈസ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതുപോലെ യൂസർ ഇൻ്റർഫേസ് മാനേജ്മെൻറ്റ് ഉണ്ട്, സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതൊരു ഫങ്ഷൻ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കമ്പൈലിംഗ് കോഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൈലേഴ്സിൻ്റെ ഫംഗ്ഷനാണ് ഇത്. ഈ കമ്പൈലിംഗ് കോഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അല്ല, കമ്പൈലേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, സോ ഇത്രയാണ് ആക്ച്വലി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനത്തിലുള്ളത്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേസിക്സിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. എനിക്കറിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കോർഡിനേറ്റർക്ക് കൊടുക്കുക, എന്താ ചെയ്യുക. ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോർഷൻ പറയണമെങ്കിലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മെയിനായിട്ട് ഈ നമ്മുടെ സ്റ്റോറേജ് ഡിവൈസസിൽ ആക്ച്വലി ഒരു ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, ഈ ഹൈറാർക്കി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇവരുടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ വിൽ ബി ഹാവിങ് നമുക്ക് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ലെവൽ 1 വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ ലെവൽ 2 വരുന്നത് ക്യാഷ് മെമ്മറി ആണ്. L1, L2, L3 എന്ന് പറഞ്ഞിട്ട് 3 ക്യാഷ്. പിന്നെ നമുക്ക് റാം വരും, റാൻഡം ആക്സസ് മെമ്മറി. പിന്നെ നമുക്ക് SSDs വരും, HDD വരും, ഒപ്റ്റിക്കൽ ഡിസ്ക് വരും, പിന്നെ നമുക്ക് ഫ്ലാഷ് മെമ്മറി വരും, മാഗ്നറ്റിക് ടേപ്സ് വരും. ഇതിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം വരുമ്പം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുക, സ്പീഡ് കുറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിംഗ് ആണിത്. ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും സ്പീഡ്, ഫ്രം ടോപ്പ് ടു ബോട്ടം ലോവർ ദ സ്പീഡ്. അതുപോലെ രജിസ്റ്റർ ആണ് ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റോറേജ് പക്ഷേ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത്. മാഗ്നറ്റിക് ടേപ്സ് ഉണ്ട് ഏറ്റവും ലാസ്റ്റുള്ള, അതാണ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ലോവസ്റ്റ് സ്പീഡ് ഉള്ളത് ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. ഓക്കെ, സോ ആ ഒരു ഹൈറാർക്കി നോക്കി വെക്കണം. നോക്കി വെച്ചാൽ തന്നെ ഒരുവിധം കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രജിസ്റ്റേഴ്സും ക്യാഷും ഇതാണ് ലെവൽ 1ലും 2ലും ഉള്ളത്, 0ലും 1ലും ഉള്ളത്. ഇവരാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് CPU ആയിട്ടുള്ളത്. ഫാസ്റ്റസ്റ്റ് ആണ് പക്ഷേ സ്മോളസ്റ്റ് ഇൻ സൈസ് ആണ്. റാം ആണ് പിന്നുള്ളത്, ഫാസ്റ്റ് ആണ് പക്ഷേ പവർ ഓഫ് ആകുമ്പോൾ ഡേറ്റ ലൂസ് ആവും. പിന്നെ നമുക്ക് SSD, HDD ആണുള്ളത്. ലോങ് ടൈം ഡേറ്റ സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SSD, HDD. ഒപ്റ്റിക്കൽ ആൻഡ് ഫ്ലാഷ് സ്റ്റോറേജ് നമുക്ക് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ വളരെ സ്ലോവർ ആയിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കപ്പ് സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ വളരെ സ്ലോ ആയിട്ടുള്ള സാധനമാണ് ഇത് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. സോ സ്റ്റോറേജ് ഡിവൈസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾ നോക്കുക, വയർസുകളെ കുറിച്ച് നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയർസുകൾ ഏതാണ്, ഓരോന്നിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്തായാലും നോക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പോർഷനാണ്. എന്താണ് സെർച്ച് എഞ്ചിൻ, എന്താണ് വെബ് ബ്രൗസർ എന്നുള്ളത് അതിൻ്റെ എക്സാമ്പിളും പഠിക്കാം കേട്ടോ, കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലുള്ളത്, ഫണ്ടമെന്റൽസ്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ. എക്സ്റ്റൻഷൻസ് ഒക്കെ നോക്കുക, അബ്രിവേഷൻസ് ഒക്കെ നോക്കുക. പക്ഷേ ഈ ഷോർട്ട് കട്ട്, എക്സ്റ്റൻഷൻസ്, അബ്രിവേഷൻ ഈ കാര്യത്തിൽ നിന്ന് വളരെ കുറവാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവുക. കാരണം ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 10 അല്ലെങ്കിൽ ഒരു ദിവസം 20 നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അല്ലെങ്കിൽ ഈ നമ്മൾ സ്ക്രീൻ സേവറൊക്കെ ആക്കിയിടുക. എന്നിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇവൻ ഫോണിൽ കളിക്കുമ്പോഴോ ഇടയ്ക്ക് നോക്കാൻ പാകത്തിനുള്ള സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിടുക. എന്നിട്ട് ടൈം മാനേജ് ചെയ്ത് എഴുതാൻ ട്രൈ ചെയ്യുക എക്സാം എഴുതുമ്പോൾ. സോ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുക. Okay, we can wind up the class. Thank you guys. All the best for the exam.